ഇന്നലെ വാൽപ്പാറ പൊള്ളാച്ചി ചുരംപാതയിലുണ്ടായ ദാരുണമായ ഒരു അപകടത്തിൽ മലപ്പുറം കുരുവ പാങ്ങ് പള്ളിപ്പറമ്പ് ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥിയും ഉൾപ്പെടെ 9 പേരാണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച അതിരപ്പള്ളി സന്ദർശിച്ച ശേഷം വാൽപ്പാറയിലേക്ക് പോയ 13 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. വെക്കേഷൻ കാലത്ത് അധ്യാപകരും ജീവനക്കാരും തങ്ങളുടെ മക്കളോടൊപ്പം നടത്തിയ സ്വകാര്യ യാത്രയാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ ഒരു അവസാന യാത്രയായി മാറിയത്. ഇത് സ്കൂൾ ഔദ്യോഗികമായി സംഘടിപ്പിച്ച വിനോദയാത്ര ആയിരുന്നില്ല. അധ്യാപകരും ജീവനക്കാരുമൊക്കെ ചേർന്ന് നടത്തിയ ഒരു യാത്രയായിരുന്നുവെന്നും PTA അംഗങ്ങൾ പറഞ്ഞു. വളരെ സന്തോഷത്തോടെ യാത്രക്കിടയിൽ ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഫോട്ടോകൾ കണ്ടിരുന്നവർ പിന്നീട് കേൾക്കുന്നത് ഇവരുടെ അപകട വാർത്തയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും മറ്റെല്ലാ പാർട്ടികളുടെയും നേതാക്കളും ഈ അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ അപകടത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തി. ഈ അപകട വാർത്ത ഏറെ വേദനിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിൽ കുറിച്ചത്. അപകടത്തിൽപ്പെട്ട സംഘത്തിലെ ആളുകൾ മുഴുവനും കുറുവ പഞ്ചായത്ത് പരിധിയിലുള്ളവരാണ്. അധ്യാപകർക്ക് പുറമെ സ്കൂളിലെ പാചക തൊഴിലാളികളും ഹെൽപ്പർമാരും അവരുടെ കുട്ടികളും സംഘത്തിലുണ്ടായിരുന്നു. അപകടത്തിൽ മരിച്ച 9 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവന്നു. പൊള്ളാച്ചി ജില്ലാ ആശുപത്രിയിൽ പൂർത്തിയായ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശനിയാഴ്ച പുലർച്ചെ 6:15 9 ആംബുലൻസുകളിലായി മൃതദേഹങ്ങൾ മലപ്പുറത്തേക്ക് പുറപ്പെട്ടത്. ഉച്ചയോടെ മലപ്പുറം പാങ്ങ് അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെക്കും. അധ്യാപകരും ജീവനക്കാരും സഹപ്രവർത്തകരും ഉൾപ്പെട്ട യാത്ര ഒരു വൻ ദുരന്തമായതിന്റെ നടുക്കത്തിലാണ് പാങ്ങ് ഗ്രാമത്തിലെ ജനങ്ങൾ. വെള്ളിയാഴ്ച വൈകുന്നേരം വാൽപ്പാറ ചുരം റോട്ടിലെ 13ാം ഹെയർപിൻ വളവിൽ വെച്ച് ഈ വാൻ നിയന്ത്രണം വിട്ട് 300 അടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു. പലവട്ടം മലക്കം മറിഞ്ഞ വാഹനം 9ാം വളവിലാണ് വന്ന് നിന്നത്. എന്നാൽ ഈ അപകടം സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളിൽ ചിലർ വർഗീയ വിഷം തുപ്പുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. 9 പേരുടെ ദാരുണമായ അന്ത്യത്തിലും ഇതുപോലെ പറയണമെങ്കിൽ അവരൊന്നും മനുഷ്യരായിരിക്കില്ല. ഇങ്ങനെ വർഗീയ വിഷം തുപ്പുന്ന ഒരാൾ രഘുരാമൻ എന്നൊരു വ്യക്തിയാണ്. പുരോഗമനം പറയുന്ന എല്ലാ ഫെമിനിസ്റ്റുകളെയും ദൈവത്തെ പോലെ ആരാധിക്കുന്ന, അവരുടെ കാൽ കഴുകിയ വെള്ളം വരെ കുടിക്കുന്ന ഒരാളാണ് ഈ ചങ്ങാതി. ഇപ്പോൾ ഇയാൾ ഇട്ടിരിക്കുന്ന കമന്റ് സൂചിപ്പിക്കുന്നത് കടുത്ത മുസ്ലിം വിരോധം മാത്രമാണ്. ഹൂറിയുടെയും മദ്യപ്പുഴയുടെയും ഒക്കെ കാര്യമാണ് അയാൾ പറയുന്നത്. ഇതിന്റെ പരിസമാപ്തി ഒരു മാപ്പ് പറച്ചിലായിരിക്കും. പിന്നെ ഇതിന്റെ പേരിൽ ഏതെങ്കിലും സ്ത്രീകൾ ഇയാളെ വിമർശിക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്താലും അദ്ദേഹത്തിന് സന്തോഷം മാത്രമേ ഉണ്ടാകൂ. സ്ത്രീകളുടെ ചീത്ത വിളി കേട്ട് രതിമൂർച്ച അനുഭവിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് ആളാണ് ഇദ്ദേഹം. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇദ്ദേഹം കടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻ ആണെന്നതാണ്. മറ്റൊരാൾ ഒരു ബിജോയ് കുമാറാണ്. ലേറ്റസ്റ്റ് ഇഷ്യൂ ആയ കുഴിമന്തി കഴിക്കുന്ന ശ്രീകൃഷ്ണനാണ് പുള്ളിയുടെ വിഷയം. ഹിന്ദുക്കളെ അപമാനിച്ച മുസ്ലിങ്ങൾക്കുള്ള ദൈവത്തിന്റെ ശിക്ഷയാണ് ഈ അപകടമെന്നാണ് ഈ നികൃഷ്ടജീവി പറയുന്നത്. ശ്രീകൃഷ്ണനെ മന്തി തീറ്റിപ്പിച്ച മുസ്ലിം കുലമാകെ മുടിഞ്ഞു പോകട്ടെ എന്നാണ് ബിജോയ് കുമാർ പറയുന്നത്. മനുഷ്യത്വം ലെവലേശമില്ലാത്ത വർഗീയ വിഷം തലയ്ക്ക് പിടിച്ച് ഇത്തരം ജന്മങ്ങളെ കാണുമ്പോൾ സഹതാപം മാത്രമാണ് നമുക്കെല്ലാം തോന്നുന്നത്. ഒരു നാടിനാകെ കണ്ണീരിലാഴ്ത്തി അപകടം നടക്കുമ്പോൾ ആ മരണങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകളെയും നമ്മൾ കാണേണ്ടി വരുന്നു. മറ്റുള്ളവരുടെ വേദനയിൽ ആനന്ദം കണ്ടെത്തുന്ന ഇതുപോലുള്ളവരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. ഇവരൊക്കെ ഈ ലോകത്തിന് തന്നെ നാണക്കേടാണ്.